ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യുക. എന്നാലേ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ജ്യൂസ് ആണ്. റോസ് ഫ്ലേവറുള്ള നാരങ്ങ വെള്ളമാണ്. സൂപ്പറായിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. കാരണം എന്നാലേ എൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് അറിയുള്ളൂ. നമുക്ക് ഓരോ സിപ്പിലും ആ റോസിൻ്റെ ഫ്ലേവർ വരുന്നുണ്ട്, അല്ലാതെ നാരങ്ങ വെള്ളം കുടിക്കുന്ന ആ ഒരു ടേസ്റ്റും വരുന്നുണ്ട്. സൂപ്പറായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞാൻ ഒരുപാട് അതിനെ പുകഴ്ത്തുന്നില്ല, കാരണം അത്ര നന്നായിട്ടുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇന്ന് തൊട്ട് വ്രതാരംഭമാണ്. അപ്പോൾ എല്ലാവരും നാരങ്ങ വെള്ളം കുടിച്ചിട്ടൊക്കെ ആയിരിക്കും ബ്രേക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഫ്ലേവർ കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സൂപ്പർ ടേസ്റ്റുള്ള ഒരു നാരങ്ങ വെള്ളമാണ്. അപ്പം കാണാനും നല്ല ഭംഗിയുണ്ട്, നല്ല അട്രാക്റ്റീവ് കളറാണ്. ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് റോസിൻ്റെ സിറപ്പാണ്. നിങ്ങളുടെ കയ്യിൽ റോസ് സിറപ്പ് ഇല്ലെങ്കിൽ റോസിൻ്റെ എസൻസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എങ്ങാനും കളർ വന്നിട്ടില്ലെങ്കിൽ, ഈ ഒരു കളർ വന്നിട്ടില്ലെങ്കിൽ കളർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പം എന്തായാലും സൂപ്പർ ടേസ്റ്റുള്ള ഈ റോസ് ലെമണേറ്റ് അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് എന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയൂ. അപ്പം നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. അപ്പം ഞാൻ ഇന്ന് ഒരു ഡിഫറെൻറ്റ് ഫ്ലേവറിലുള്ളൊരു നാരങ്ങ വെള്ളമാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം റോസ് എസൻസ് നമുക്ക് വേണം. ഒന്നല്ലെങ്കിൽ റോസ് എസൻസ് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മൾ റോസ് മിൽക്കിൽ യൂസ് ചെയ്യുന്ന റോസ് സിറപ്പ് യൂസ് ചെയ്യാം. ഇപ്പം എൻ്റെ കയ്യിൽ റോസ് സിറപ്പാണ് ഉള്ളത്, അതുകൊണ്ട് റോസ് സിറപ്പ് ഒഴിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത്. പിന്നെ ഞാനിവിടെ ഷുഗർ സിറപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ. ഷുഗർ സിറപ്പ് ഇല്ലെങ്കിൽ നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഷുഗർ സിറപ്പ് എങ്ങനെ ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് ഓൾറെഡി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടോളൂ വീഡിയോ. ലിങ്ക് മേലെ തെളിഞ്ഞു വരുന്നുണ്ടാവും. പിന്നെ നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ നാരങ്ങയുടെ ജ്യൂസ്, അത് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഇവിടെ ബേസിലിൻ്റെ അതായത് കസ്കസ് ഞാനിവിടെ കുറച്ച് കുതിർത്ത് വെച്ചിട്ടുണ്ട്, കണ്ടോ. അപ്പം അത് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് നേരമായി കുതിർത്ത് വെച്ചിട്ട്. പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സും വെള്ളവും, ഇത്രയും വേണം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിത് ഈ ഗ്ലാസ്സിലോട്ട് നാരങ്ങയുടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിപ്പോൾ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ വരും. അതേമാതിരി 1 ടേബിൾ സ്പൂൺ റോസിൻ്റെ സിറപ്പ്. റോസ് സിറപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റോസ് എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പിന്നെ 2 ടേബിൾ സ്പൂൺ, ഇത് 2 ടേബിൾ സ്പൂൺ ഉണ്ട് ഷുഗർ സിറപ്പ്, അതും ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് നമ്മളെടുത്ത് വെച്ച കസ്കസ് കുതിർത്ത് വെച്ചിട്ടില്ലേ, ബേസിൽ സീഡ്സ്, അത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം അതും ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഐസ് ക്യൂബ്സ്, അതുമാതിരി വെള്ളം. ആ റോസ് സിറപ്പിന് എന്താ ടേസ്റ്റ് അറിയോ, നല്ല മണവും ഫ്ലേവറും വരുന്നുണ്ട്. അപ്പം എന്താ നമ്മുടെ ഇത്രയേ ഉള്ളൂ, നമ്മുടെ നാരങ്ങ വെള്ളം റെഡി ആയിട്ടുണ്ട്. റോസ് ഫ്ലേവറുള്ള നാരങ്ങ വെള്ളം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയൂ. കുഞ്ഞു വീഡിയോ അല്ലേ, അപ്പോൾ ഇന്ന് ഇതായതുകൊണ്ട് ഇന്നൊരു സ്റ്റാർട്ടറായിട്ടും അല്ല ആർക്കെങ്കിലും കൊടുക്കണമെങ്കിലും ഒക്കെ പെർഫെക്റ്റ് ആയിരിക്കും ഈ ഡ്രിങ്ക്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയൂ. റോസ് സിറപ്പ് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ റോസ് എസൻസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഈ കളറിന് എക്സ്ട്രാ കളർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെന്താ, അത്രേ ഉള്ളൂ. അപ്പം എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയൂ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.